ഇനി ജൂലൈ 5 വെളുപ്പിന് 4:18 ആവാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ലോകത്തിൽ എന്തോ വലിയ ദുരന്തം സംഭവിക്കാൻ പോകുന്നു. റിയോ തട്സുക്കി അവരുടെ ബുക്കായിട്ടുള്ള ഫ്യൂച്ചർ ഐസോ, ഇതൊക്കെയാണ് എല്ലായിടത്തും ചർച്ചാ വിഷയം. നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കിയാലോ. ഈ ജൂലൈ 5 വെളുപ്പിന് 4:18 ജപ്പാന്റെയും ഫിലിപ്പൈൻസിന്റെയും ഇടയിൽ കടലിന്റെ അടിയിൽ ഒരു വലിയ വിള്ളൽ ഉണ്ടാകുമെന്നും 2011 നമ്മൾ കണ്ട സുനാമിനേക്കാളും 3 ഇരട്ടി ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകുമെന്നാണ് റിയോ തട്സുക്കി പറയുന്നത്. അതിന്റെ കൂടെ നഗരങ്ങൾ കടലിൽ ചെന്ന് വീഴുമെന്നും കടലിലെ വെള്ളം തിളച്ചു മറയുന്നത് കാണുന്നുണ്ട് എന്നുമാണ് ഈ റിയോ തട്സുക്കി പറഞ്ഞു വെക്കുന്നത്. ഈ കടലിലെ വെള്ളം തിളച്ചു മറയുന്നു എന്ന് പറയുന്നത് കടലിന്റെ അടിയിലുള്ള വോൾക്കാനോന്റെ എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ അഗ്നിപർവ്വതത്തിന്റെ സ്ഫോടനത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പലരും പറയുന്നത്. ഇവര് പറയുന്ന ഒരു കാര്യങ്ങൾക്കും ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയില്ലെങ്കിലും പലരും ഇവര് പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. 1999 ഫ്യൂച്ചറൈസോ എന്ന് പറഞ്ഞ ഇവരുടെ ബുക്ക് ഇവർ പബ്ലിഷ് ചെയ്യുന്നത്. ഇവര് കണ്ട സ്വപ്നങ്ങളാണ് ഇതിൽ കോമിക്കായിട്ടോ അല്ലെങ്കിൽ കാർട്ടൂൺ പോലെയോ ഇവർ വരച്ചിരുന്നത്. ഇതിന്റെ കവർ പേജ് ഒരു ഭൂകമ്പവും അതുമൂലം ഉണ്ടാവുന്ന ഒരു സുനാമിനെയും കുറിച്ചാണ്. 2011 ജപ്പാനിൽ ഉണ്ടായ ഭൂകമ്പവും സുനാമിയും അതിനുശേഷം ഉണ്ടായ ഫുക്കുഷിമ ന്യൂക്ലിയർ ഡിസാസ്റ്ററും ഉണ്ട്. അതിൽ 16,000-ഓളം പേരാണ് ജപ്പാനിൽ മരിച്ചത്. ഇതിനെയാണ് ഇവർ വരച്ച് സൂചിപ്പിച്ചത് എന്നാണ് ഇവരുടെ അവകാശവാദം. ഇവര് ഈ പുസ്തകത്തിൽ മൊത്തം 15 പ്രവചനങ്ങളാണ് നടത്തിയത്. ഇതിൽ 13 യാഥാർത്ഥ്യമായി എന്നാണ് ഇവരുടെ ആരാധകർ പറയുന്നത്. ഇതിൽ പെടുന്നതാണ് പ്രിൻസസ് ഡയാനയുടെ മരണം, സിംഗറായിട്ടുള്ള ഫ്രെഡി മെർക്കുറിയുടെ മരണം, ഏറ്റവും ലാസ്റ്റ് ആയിട്ടുണ്ടായ COVID-19 വരെ ഇതിൽ വരുന്നുണ്ട്. റിയോ തട്സുക്കിയുടെ ഈ പ്രവചനങ്ങളൊക്കെ കേട്ടിട്ട് ഓൾമോസ്റ്റ് 80% പേര്, അതായത് ജപ്പാൻ സന്ദർശിക്കാനിരുന്ന ഓൾമോസ്റ്റ് 80% പേരാണ് അവരുടെ ട്രിപ്പ് ക്യാൻസൽ ചെയ്തതും ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതും. പുള്ളിക്കാരി പറയുന്ന ഈ ഒരു കാര്യത്തിനും ശാസ്ത്രീയമായിട്ട് ഒരു അടിത്തറയില്ലെന്നും ഒരാളും പേടിക്കണ്ട എന്നുമാണ് ജപ്പാനിലെ അധികൃതർ പറയുന്നത്. ഇനിയിപ്പോ ബാക്കി കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാണ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, ഇത് സംഭവിക്കോ ഇല്ലയോ? നിങ്ങൾക്ക് നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതാം.